എവേക്ക് ക്രേനിയോട്ടമി അഥവാ സ്ലീപ്പ് ടെക്നിക്ക് നമ്മുടെ തലച്ചോറിലെ ട്യൂമേഴ്സിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. നമ്മൾ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രെയിനിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലുള്ള തലച്ചോറിലെ മുഴകൾ എടുത്തു മാറ്റുമ്പോൾ രോഗിയിൽ അതൊരു തരത്തിലുള്ളൊരു ബലക്കുറവോ സംസാരശേഷിക്കുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. 26 വയസ്സുള്ള ഈ MBA ഗ്രാജുവേറ്റ് ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ട് അതിന് ശക്തമായിട്ടുള്ള തലവേദനയും പിന്നെ ഇടയ്ക്കൊരു ഫിറ്റ്സ് പോലെ അപസ്മാരം പോലെ ഉണ്ടായപ്പോൾ MRI ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് കൊല്ലത്ത് നിന്നും അവർ എറണാകുളത്തേക്ക് വന്നതും ഇവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ ആയിട്ട് ഉണർത്തും. അപ്പം ആ രോഗിയുടെ സംസാരശേഷി എങ്ങനെയുണ്ട്, കൈകാൽക്ക് ബലക്കുറവ് വല്ലതും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഈ ട്യൂമർ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ക്ലോസ് ആയിട്ട് റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാ ബ്രെയിൻ ട്യൂമർ സർജറികൾക്കും ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്ക് ആവശ്യമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്ന ട്യൂമർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള വൈകല്യവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ടെക്നിക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ എവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയും. അതിനൊരു പാട്ട് പാടോ? ൂരത്തിൽ ചാരു ചന്ദനമീലയിൽ ശാന്തമീ